ഹായ് പ്രിയപ്പെട്ടവരെ, ഈ വരുന്ന ജൂൺ 28 പൂരം 2025 എന്ന് പറയുന്നൊരു പ്രോഗ്രാം അയർലൻഡിൽ വെച്ച് ഡ്രോഹഡയ്ക്കും ബാൽബ്രിഗനും ഇടയിലായിട്ട് ഗോർമൺസ്റ്റൗൺ പാർക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഡ്രോഹഡ ഇന്ത്യൻ അസോസിയേഷനും റോയൽ ക്ലബ്ബും ചേർന്ന് നടത്താൻ തീരുമാനിച്ചു. ഏതൊരു പ്രോഗ്രാമിൻ്റെയും വിജയം എന്ന് പറയുന്നത് അതിൻ്റെ മുന്നൊരുക്കങ്ങളും അത് എങ്ങനെ നടപ്പിലാക്കണം എന്നുള്ളതിൻ്റെ കാഴ്ചപ്പാടുമാണ്. അപ്പോൾ അതിൻ്റെ ചർച്ചകൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കുമായിട്ട് എല്ലാവർക്കും എത്തിപ്പെടാവുന്ന ഒരു സ്ഥലം എന്ന രീതിയിൽ വാട്ടർഫോൾ ഞങ്ങൾ തിരഞ്ഞെടുത്തു. അങ്ങനെ വാട്ടർഫോളിലേക്ക് പോകുന്ന വഴിയാണ്. ആ പോകുന്ന വഴിയിൽ നമുക്ക് മെട്രോ കാണാൻ സാധിച്ചു. നല്ല നല്ല സീനറികളും എല്ലാം കണ്ട് നമ്മൾ ഏകദേശം വാട്ടർഫോൾ ടൗണിനോടടുത്തു. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഫുഡും കാര്യങ്ങളെല്ലാം റെഡിയാക്കിക്കൊണ്ട് ഷിനുച്ചേട്ടൻ ആൻഡ് ടീം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് ഷിനുച്ചേട്ടൻ്റെ വീട്ടിലേക്കാണ്. അങ്ങനെ ഷിനുച്ചേട്ടൻ്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് ഞങ്ങളുടെ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ എത്തിപ്പെട്ടു. അപ്പോൾ അവിടെ ഈ കാണുന്നതാണ് ഞങ്ങൾ മീറ്റിംഗ് നടത്താൻ വേണ്ടി തിരഞ്ഞെടുത്ത സ്ഥലം. പുറമേ നിന്ന് കാണുന്നത് പോലെ തന്നെ നല്ല ഒരു സൗകര്യമുള്ളൊരു വീടായിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത്. വളരെയധികം ആൾക്കാർ മീറ്റിങ്ങിന് വേണ്ടി എത്തേണ്ടതുള്ളതിനാൽ അത്യാവശ്യം നല്ല സ്പേഷ്യസായ ഒരു വീടാണ് നമ്മൾ ബുക്ക് ചെയ്തിരുന്നത്. 2.5 മണിക്കൂർ നേരത്തെ ട്രാവലിംഗ് കഴിഞ്ഞ് എല്ലാവരും ക്ഷീണിതരായിരുന്നു. അപ്പോൾ അതിനാൽ എല്ലാവരും ചായയൊക്കെ ഇട്ട് ഒന്ന് ഫ്രഷായി എല്ലാവരും മീറ്റിങ്ങിന് വേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു. ഈ കാണുന്നതാണ് നമ്മളുടെ ലിവിങ് റൂം. അത് അത്യാവശ്യം സ്പേഷ്യസാണ്. അതുപോലെ വലിയൊരു കോറിഡോറും, പിന്നെ ഏകദേശം ഞങ്ങൾ കമ്മിറ്റിക്കാർ ഒരു 19 പേരോടത്തോളം ഇവിടെ എത്തിയിട്ടുണ്ട്. 5-6 പേർക്ക് വരാൻ സാധിച്ചില്ലെങ്കിലും ഏകദേശം എല്ലാവരും എത്തിയിരുന്നു. അപ്പോൾ എല്ലാവർക്കും കിടക്കാനുള്ള കട്ടലും എല്ലാം അവർ നല്ല രീതിയിൽ ഒരുക്കി നല്ല ഭംഗിയായി വെച്ചിരുന്നു. താഴത്തെ ഫ്ലോറിൽ 4 ബെഡ്റൂമും 2 ബാത്റൂമുമാണ് ഉണ്ടായിരുന്നത്. അതുപോലെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള മുറികളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. മുകളിലത്തെ നിലയിൽ നമുക്ക് നോക്കുമ്പോൾ 3 ബെഡ്റൂമാണുള്ളത്. അതിൽ ഒരു ബെഡ്റൂം നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെ വലിയൊരു ബെഡ്റൂം ഉണ്ടായിരുന്നു. പിന്നെ മറ്റ് 2 റൂമുകൾക്കും പുറത്ത് ഒരു കോമൺ ബാത്റൂമും സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. എല്ലാം നല്ല നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. നല്ല ഒരു വീടായിരുന്നു ഞങ്ങളുടെ ഈ മീറ്റിങ്ങിന് വേണ്ടി ഞങ്ങൾ തിരഞ്ഞെടുത്തിരുന്നത്. പലരുമായി നമ്മൾ മീറ്റിംഗ് പ്ലാൻ ചെയ്തിട്ടുള്ളതിനാൽ കറക്റ്റ് 3 മണിക്ക് തന്നെ മീറ്റിംഗ് തുടങ്ങേണ്ടതുണ്ടായിരുന്നു. താഴത്തെ എല്ലാവരും മീറ്റിംഗ് തുടങ്ങാനുള്ള തിരക്കിലായിരുന്നു. അങ്ങനെ കറക്റ്റ് 3 മണിക്ക് നമുക്ക് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ പല ഘട്ടങ്ങളിലായി നമ്മൾ പലരുമായിട്ട് മീറ്റിംഗ് നടത്തി എല്ലാവരുമായിട്ട് ചർച്ച ചെയ്തു. നല്ല പോസിറ്റീവ് വൈബായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത്. കുറച്ച് ആൾക്കാർ ചീട്ട് കളിക്കാനുള്ള സെറ്റപ്പൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 6 പേരുടെ ടീമൊക്കെ സെറ്റായി കളി ആരംഭിച്ച് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ റിജോ ജോപ്പനും ജോസൻ ചേട്ടനും ജോസ് പോളിനും ചവിട്ടിൽ കുണുക്കൊക്കെ നല്ല വാശിയേറിയ ചീട്ടുകളി തന്നെയായിരുന്നു നടന്നത്. അതിനുശേഷം എല്ലാവരും ഉറങ്ങുന്നതിന് വേണ്ടി പോയി. പിറ്റേ ദിവസം കാലത്ത് ഏകദേശം 9:30-10 മണിയോടുകൂടി തിരിച്ചു പോരാൻ ഉള്ള തയ്യാറെടുപ്പുകളിലേക്ക് നീങ്ങി. വീടെല്ലാം ക്ലീൻ ചെയ്ത് ടൈഡിയാക്കി എല്ലാവരും ലഗേജുകൾ വണ്ടിയിൽ കയറ്റി. അപ്പോഴാണ് അറിയുന്നത് തൊട്ടടുത്ത് ഏകദേശം 10 കിലോമീറ്റർ അകലെ ഒരു വാട്ടർഫോൾസും നല്ല സീനറിയും ഉണ്ട് എന്ന്. അപ്പോൾ എല്ലാവരും അത് കാണാമെന്നുള്ള രീതിയിൽ എല്ലാവരും അങ്ങോട്ടേക്ക് പോയി. ആ പോകുന്ന വഴിയിലെല്ലാം നല്ല അതിമനോഹരമായ സീനറികൾ കാണാൻ സാധിച്ചു. നല്ല പച്ചപ്പുള്ള പുൽത്തകിടിയിൽ ആട്ടിൻകുട്ടികൾ പുല്ല് നിന്ന് നടക്കുന്ന അതിമനോഹരമായ കാഴ്ച കാണാൻ സാധിച്ചു. അങ്ങനെ ഞങ്ങൾ ആ പോയിന്റിലെത്തി. വണ്ടിയിൽ നിന്നും പുറത്തിറങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അവിടെ നല്ല തണുപ്പുള്ള ക്ലൈമറ്റായിരുന്നു. എങ്കിലും നല്ല സീനറികളും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുമായതിനാൽ
ഞങ്ങൾ കുറച്ച് നേരം അവിടെ സമയം സ്പെൻഡ് ചെയ്തു. അവിടെ ആടുകൾ പുല്ല് തിന്നാൻ പുൽത്തകിടിയിൽ മേയുന്നുണ്ടായിരുന്നു. വളരെ നല്ല ഭംഗിയുള്ള ആട്ടിൻകുട്ടികളായിരുന്നു അവ. അവയെ തൊടുന്നതിനായി ചെല്ലുമ്പോൾ അവ പേടിച്ച് പിന്മാറുന്നുണ്ടായിരുന്നു. എന്നിരുന്നാലും വളരെ നല്ല 2 ദിവസങ്ങളാണ് കടന്നുപോയത്. പൂരത്തിൻ്റെ വിജയത്തിനായി നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണ ഞങ്ങൾക്കുണ്ടാകുമെന്നുള്ള ഉറപ്പോടുകൂടി പൂരം 2025 നമ്മളിതാ അടുത്ത പൂരത്തിനായി തയ്യാറെടുക്കുകയാണ്. പ്രോഗ്ര മലയാളി അസോസിയേഷനും റോയൽ ക്ലബും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വലിയൊരു മാമാങ്കം പൂരം 2025.